കൊല്ലത്ത് തിരുവോണനാളിൽ ദളിത് കുടുംബത്തിന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. ചവറ സ്വദേശിനി നാഗലക്ഷ്മിക്കും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കുട്ടികളടക്കം 11 പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളടക്കമുള്ളവരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. വീടിന് ബാക്ക് വശത്ത് ഒരു 2 വീടുണ്ട്. ആ വീട്ടിൽ ആൾ താമസം ഉള്ളതല്ല. പക്ഷെ ആ വീട്ടിലാണ് ഇവത്തുങ്ങളെല്ലാം പോയി കൂടുന്നതും വെള്ളം ഒടിക്കുന്നതും മൊത്തം. ഇവത്തുങ്ങൾ അങ്ങനെ എന്നും ചീത്തവിളിയും ബഹളവും അവിടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിനും ശ്രദ്ധിക്കാനും ഒന്നിനും പോകത്തില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള കപ്പാസിറ്റിയുള്ള ആൺപിള്ളേരൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. അങ്ങനെയുള്ള സമയത്ത് ഇന്നലെ അതിലെ കൂടെ ബൈക്കിൽ പോകാൻ നേരത്ത് പച്ചയ്ക്ക് കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത ചീത്തയിൽ ഞങ്ങൾ അവിടെ നിന്ന് ചിരിച്ചും കളിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഇവൻ ഈ കിടന്ന് ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഞാനാണ് അവിടെ നിന്നുകൊണ്ടെന്ന് ചോദിച്ചാൽ ആരാടാ അത് കിടന്ന് അങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് പച്ചയ്ക്ക് ചീത്തയും വിളിച്ചുകൊണ്ട് ഇറങ്ങി എല്ലാം എന്ന് പറഞ്ഞാൽ അവന്മാർ ബൈക്കിൽ പോയ 3 ബൈക്കിൽ പോയ ആൾക്കാരും അപ്പുറത്ത് നിന്ന പെണ്ണും അവരുടെ കൂടെ വെള്ളം അടിച്ചുകൊണ്ടിരുന്ന അത്രയും പേര് എന്ന് പറഞ്ഞാൽ 10-25 പേരെങ്കിലും കുറഞ്ഞത് കാണും. എല്ലാവരും കൂടെ വന്ന് ഈ പൊടി കൊച്ചുങ്ങളെന്ന് പോലും നോക്കാതെ എല്ലാത്തിൻ്റെ തറയിലിട്ട് അടിക്കും പിടിക്കും വലിച്ചെടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഓരോ പിള്ളേരെ ഓരോ മുക്കിലും മൂലയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിട്ട് ഇടിച്ചോണ്ട്. ശങ്കരമംഗലം ആശുപത്രിയിൽ ഇവർ അഡ്മിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ആശുപത്രിയിൽ ഡോക്ടറും കാര്യങ്ങളുമെല്ലാം ഇവരെ ഈ 10-12ഓളം പേര് പരിക്ക് പറ്റി ആശുപത്രിയുടെ തിണ്ണക്കിരിക്കും. ഇന്നലെ ഈ ഓണം ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഉള്ളവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും കൊടുത്ത് അപ്പോൾ അതിനകത്ത് ഒരാൾ രക്തം ഛർദ്ദിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ആ രക്തം ഛർദ്ദിക്കുന്ന ആളിനെ ഇന്നലെ തന്നെ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ അയാളെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അയാളെ സീരിയസ് ആയതുകൊണ്ട് അയാളെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ്. അയാളെ നെഞ്ചിന് ഇടിച്ച് നെഞ്ച് കലക്കിയാണ് ഈ രക്തം വൊമിറ്റ് ചെയ്തത്. ഈ പെൺകുട്ടികൾ ഈ കുഞ്ഞുങ്ങളെ കൊച്ചു പിള്ളേരെ വരെ ഇവന്മാർ ക്രൂരമായിട്ട് മർദ്ദിക്കും. നമുക്ക് കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? ഈ അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ലക്ഷ്മി പത്മ, ഈ സംഭവം നടക്കുന്നത് തിരുവോണ നാളിലാണ്. തിരുവോണ നാളിൽ സദ്യ കഴിക്കാനായി വീട്ടിലെത്തിയ ബന്ധുക്കളുള്ള സമയത്താണ് തങ്ങളുടെ പെൺകുട്ടികളടക്കം പുറത്തുനിന്ന് കളിക്കുന്ന സമയത്ത് ഇരുചക്ര വാഹനത്തിൽ പോയ 2 പേർ ചേർന്ന് അസഭ്യം പറഞ്ഞത്. ഇത് ചോദ്യം ചെയ്യാൻ വീട്ടിലെത്തിയ സുരേഷ് എന്ന് പറഞ്ഞ ബന്ധു ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു സംഘം ആളുകൾ, ഏതാണ്ട് 25-ലധികം ആളുകൾ ഈ വീട്ടിലേക്ക് കയറി വന്ന് ഈ നാഗലക്ഷ്മിയെയും കുടുംബത്തിനെയും ക്രൂരമായി ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. കൊച്ചുകുട്ടികളടക്കമുള്ളവരെ ആക്രമിക്കുകയും നാഗലക്ഷ്മിയുടെ കൈ കടിച്ചു കീറുകയും ഒരു വിരൽ ഒടിക്കുകയും ചെയ്തു. പിന്നീട് കണ്ണിൽ കണ്ട കുഞ്ഞുങ്ങളെ മുഴുവനും അവിടെയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇവരുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് പരിസരവാസികളായ ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും ഈ അക്രമ സംഗമങ്ങൾ ഓടി അവിടെ നിന്ന് മറയുകയും ചെയ്തു. സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. പിന്നീട് ഇവർ ചവറ പോലീസ് സ്റ്റേഷനിലെത്തി ഇവരുടെ പേര് വിവരങ്ങൾ നൽകുകയും പ്രദേശത്തെ ഒരു അടുത്ത വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന ലഹരി സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് മൊഴി കൊടുക്കുകയും ചെയ്തു. എന്തായാലും കണ്ടാലറിയുന്ന 18 പേർക്കെതിരെയും കണ്ടാലറിയുന്ന 5 പേർക്കെതിരെയും അല്ലാതെ തിരിച്ചറിയുന്ന 18 പേർക്കെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഏറ്റവും പുതുതായി വരുന്ന വിവരമനുസരിച്ച് 8 പേരെ പോലീസ് ഇപ്പോൾ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ചവറ പോലീസാണ് അവരെ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവമായ കാര്യം. എന്തായാലും ഒരു ദളിത് കുടുംബത്തിന് അവിടെ നിരന്തരമായി ഇത്തരം ആളുകൾ ഈ കുടുംബത്തെ അവിടെ സ്വസ്ഥമായി താമസിക്കാൻ അനുവദിക്കുന്നില്ല. 2 മാസമായതേ ഉള്ളൂ ഇത്തരത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ശാസ്തമംഗലത്ത് ഇവിടെ താമസിക്കുന്നത്. പക്ഷേ ആ വീട്ടിനും പരിസരത്തും നിരന്തരമായി ഇത്തരത്തിലെത്തി അവരെ ജാതീയമായി അധിക്ഷേപിക്കുകയും അവരെ ചീത്ത വിളിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ക്രൂരമായ അക്രമത്തിനാണ് പെൺകുട്ടികളടക്കം, ലൈംഗികാതിക്രമത്തിനടക്കം പെൺകുട്ടികൾ വിധേയമായിട്ടുണ്ടെന്നാണ് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴുള്ള ദൃശ്യം. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് എന്നയാൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ലക്ഷ്മി പത്മ.